ആഗോള കത്തോലിക്കാ സഭയ്ക്ക് ഈശോയുടെ കരുണാർദ്ര സ്നേഹം രോഗീ ശുശ്രൂഷയിലൂടെ നൽകിക്കൊണ്ട് സുവിശേഷവൽക്കരണത്തിൻ്റെ നൂതന പാത വെട്ടിത്തുറന്ന ദേവദാസൻ മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരൻ ഇതാ ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. പാവപ്പെട്ടവർക്ക് ആലംബവും മുറിവേറ്റവർക്ക് എന്നും ശക്തിയും അന്ധകാരാവൃതമായ ഹൃദയചക്രവാളങ്ങളിൽ പ്രത്യാശയുടെ പൊൻകിരണവുമായി കടന്നുവന്ന ഈശോ മിശിഹായുടെ കരുണാർദ്ര സ്നേഹം രോഗികൾക്കും ആലംബഹീനർക്കും അനുഭവവേദ്യമാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ കോതമംഗലത്ത് തുടക്കം കുറിച്ച സന്യാസിനി സമൂഹമാണ് മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് എന്നറിയപ്പെടുന്ന MSJ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനാണ് ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ചൻ. ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ചൻ്റെ ക്രാന്തദർശിത്വത്തിൻ്റെ ബഹിസ്ഫുരണമാണ് ഇന്ന് കോതമംഗലത്ത് ശിരസുയർത്തി നിൽക്കുന്ന സീറോ മലബാർ സഭയുടെ ആദ്യത്തെ ആശുപത്രി. അത് ധർമ്മഗിരി സെൻറ്റ് ജോസഫ് ആശുപത്രിയാണ്. കത്തോലിക്കാ സഭയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിൻ്റെ ഭാഗമായി ദൈവദാസ പദവിയിൽ നിന്നും അടുത്ത പടിയായ ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ചൻ നമ്മുടെ നാടിനും സഭയ്ക്കും അഭിമാനവും സന്തോഷവും നൽകുന്ന വ്യക്തിത്വമാണ്. അനുഗ്രഹീതനായ വാഗ്മി, ചരിത്ര പണ്ഡിതൻ, ധർമ്മിഷ്ഠനായ പത്രാധിപർ, തീക്ഷ്ണമതിയായ പ്രേഷിതൻ, ക്രാന്തദർശിയായ സാമൂഹിക പരിഷ്കർത്താവ്, ആതുര സേവകൻ എന്നീ നിലകളിലെല്ലാം 20-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ കേരള സഭാമണ്ഡലത്തിൽ പ്രകാശിച്ച അത്യുജ്വലമായ താരമായിരുന്നു ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ. 1888 സെപ്റ്റംബർ മാസം 10-ാം തീയതി ചേർത്തലയിലെ ഉഴുവ ഗ്രാമത്തിൽ പഞ്ഞിക്കാരൻ ചാക്കോ മറിയം ദമ്പതികളുടെ ദാമ്പത്യവല്ലരിയിൽ മൂന്നാമതായി വിടർന്നു പരിലസിച്ച സുന്ദര സൂനമാണ് ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണ ജനഹൃദയങ്ങളിൽ ഇടം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ധന്യനായ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. തങ്ങളെ സമീപിക്കുന്ന ഓരോ രോഗിയിലും ആലംബഹീനരായ മനുഷ്യരിലും ഈശോയുടെ തിരുമുഖം ദർശിക്കാനും ശുശ്രൂഷയിലൂടെ വിശുദ്ധിയിൽ വളരാനും ധന്യൻ തൻ്റെ സന്യാസിനിമാരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. സമൂഹത്തിലെ പാവപ്പെട്ടവരെയും മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പാവങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയുടെ സ്നേഹം ആവോളം പകർന്ന ഈ ധന്യാത്മാവ് ജനഹൃദയങ്ങളിൽ ഇന്നും ഒളിമങ്ങാതെ ജീവിക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിവേചനവും അവശതയും അനുഭവിച്ചിരുന്ന ഒരു ജനതയ്ക്ക് താങ്ങും തണലുമായി ചേർത്തലയിൽ അദ്ദേഹം സ്ഥാപിച്ച സത്യവേദ ആശ്രമം ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ പതിതരെയും പാവപ്പെട്ടവരെയും മുൻനിരയിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം തുടക്കം കുറിച്ച ബോട്ട് സർവീസ്, കയർ വ്യവസായം തുടങ്ങിയവയെല്ലാം കേരള സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിനും അഭ്യുന്നതിക്കും കാരണമായി എന്ന് പറയാതെ തരമില്ല. കാരുണ്യത്തിൻ്റെ ഇതിഹാസമായി കോതമംഗലത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ആതുര ശുശ്രൂഷയിലൂടെ ജീവിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ധന്യനായ പഞ്ഞിക്കാരനച്ചനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ശരീരത്തിലൂടെ ആത്മാവിലേക്ക് എന്ന തത്വം ജീവിതാദർശവും സഭാ കാര്യസ്ഥവുമാക്കിക്കൊണ്ട് ധർമ്മഗിരിയുടെ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച അഭിവന്ദ്യനായ അദ്ദേഹം കാലാതീതനായ ഒരു ക്രാന്തദർശിയും മടുപ്പില്ലാത്ത ഒരു മഹാമിഷണറിയുമായിരുന്നു. സഭാസ്നേഹിയായ ആ ചരിത്രകാരൻ്റെ പാവനസ്മരണകൾ നമ്മെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തട്ടെ. 1918 പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട അദ്ദേഹം പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടിയാണ് താൻ പുരോഹിതനായത് എന്ന് പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നീതിമാന്റെ ആദർശവും പണ്ഡിതന്റെ ജ്ഞാനവും മഹർഷിവര്യൻ്റെ പവിത്രതയും സ്വന്തമാക്കിയ അദ്ദേഹം പാലസ്തീനായുടെ തീരപ്രദേശങ്ങളിൽ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച ഈശോയുടെ കരുണാർദ്ര സ്നേഹം തന്നെ സമീപിക്കുന്നവർക്കെന്നും നിർലോഭം അനുഭവവേദ്യമാക്കി. ആ ധന്യാത്മാവിനെയാണ് നാം ഇന്ന് ഓർക്കുന്നത്. പ്രതിസന്ധികളും പരാജയങ്ങളും ഒന്നൊന്നായി കടന്നുകൂടിയപ്പോഴും ആത്മാക്കളുടെ രക്ഷ എന്ന തൻ്റെ ദൗത്യത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ അദ്ദേഹം നിരന്തരം അത്യധ്വാനം ചെയ്തു. അതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും അനന്യനാക്കിയത്. കോതമംഗലത്തിൻ്റെ മണ്ണിൽ ആതുരാലയത്തിന് തുടക്കം കുറിച്ച ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ നമ്മുടെ മുമ്പിൽ വലിയ മാതൃകയും
ഒപ്പം വെല്ലുവിളിയുമാണ്. വെറും 6 പതിറ്റാണ്ട് കൊണ്ട് സുദീർഘവും അനന്യവുമായ സേവനം ആഗോള സഭയ്ക്ക് നൽകിക്കൊണ്ട് അധ്യാപകൻ, വേദപ്രചാര ഡയറക്ടർ, സത്യദീപം ആഴ്ചപ്പതിപ്പിൻ്റെ പ്രസാധകൻ, സാധുജന സംഘം ഡയറക്ടർ, മലബാർ ബെയിൽ ദിനപത്രം മാനേജിംഗ് എഡിറ്റർ, അഭിവന്യ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പോലിത്തയാൽ നിയമിതനായ സീറോ മലബാർ സഭയുടെ റോമിലെ ആദ്യത്തെ പ്രൊക്കുറേറ്റർ എന്നീ നിലകളിലെല്ലാം സുദീർഘമായി അദ്ദേഹം സേവനം ചെയ്യുകയും 1949 നവംബർ 4 നിത്യസമ്മാനത്തിന് യാത്രയാവുകയും ചെയ്തു. ദൈവതിരുസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ധന്യാത്മാവാണ് പഞ്ഞിക്കാരൻ ജോസഫ് അച്ചൻ. സീറോ മലബാർ സഭയുടെ അലങ്കാരവും അവിഭക്ത എറണാകുളം രൂപതയിലെ അംഗവും കോതമംഗലം രൂപതയുടെ അഭിമാനവും ധർമ്മഗിരി സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവുമായ അദ്ദേഹം ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും ജ്വലിക്കുന്ന മാതൃകയായി കനകപ്രഭയിൽ ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. അജ്ഞതയുടെയും അവഗണനയുടെയും അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരോട് സ്നേഹത്തിൻ്റെ മന്ത്രധ്വനിയാൽ സമ്പൂർണ്ണ വിമോചനത്തിൻ്റെ സദ്വാർത്ത അറിയിച്ച അദ്ദേഹത്തിൻ്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ നമുക്ക് നമ്ര ശിരസ്കരാകാം. മുറിവേറ്റ മനസ്സുകളിലും വേദനിക്കുന്നവരുടെ വ്രണങ്ങളിലും അദ്ദേഹം ആശ്വാസത്തിൻ്റെ തൈലം പുരട്ടി. അവർക്ക് വേണ്ടി കാരുണ്യത്തിൻ്റെ കീർത്തനം പാടി. തന്നെ സമീപിക്കുന്നവരോട് ദൈവം സ്നേഹധനനായ പിതാവാണെന്നുള്ള ആശ്വാസവാർത്ത അദ്ദേഹം ഇടതടവില്ലാതെ അറിയിച്ചു. ധർമ്മ സംസ്ഥാപനത്തിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യുഗപുരുഷൻ മനുഷ്യനെ മനുഷ്യനായി നിലനിർത്തുന്നത് സ്നേഹമാണെന്നും ഈ സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃക ഈശോയാണെന്നും പഠിപ്പിച്ച ധന്യൻ ജോസഫ് പഞ്ഞിക്കാരണച്ചൻ നമ്മുടെ വിശ്വാസ ജീവിതത്തെയും നമ്മുടെ ജീവിത പരിസരങ്ങളെയും കൂടുതൽ ആത്മീയമായി ഉണർവ് ഉള്ളതാക്കി മാറ്റട്ടെ.